എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കാരമൽ റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് 1/4 കപ്പ് പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പാനൊന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആ ബ്രൗൺ കളർ ആവും. ഇത്രയും ഒരു കളർ മതിയാവും. ഇതിൽ കൂടുതൽ ഡാർക്ക് ആവാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കയ്പ്പ് രുചി ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പെട്ടെന്ന് മൂടി വെക്കണം. ഇല്ലെങ്കിൽ ഇത് പുറത്തോട്ട് തെറിക്കാൻ തുടങ്ങും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെക്കുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പുഡിങ് റെഡിയാക്കാനുള്ള മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് 2 മുട്ട വേണം. അതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് 1 കപ്പ് പാല്, അതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക്. ഞാൻ ഇനി ഇതിനകത്തോട്ട് പഞ്ചസാര ചേർക്കുന്നില്ല. ഇതിപ്പോൾ കുറച്ച് മധുരം കുറച്ചാണ് എടുത്തേക്കുന്നത്. കൂടുതൽ മധുരം വേണമെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പാലൊന്ന് ചൂടായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് നമുക്ക് ആ മുട്ടയുടെ മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ചൂടുപാൽ മൊത്തത്തിൽ ഈ മുട്ടയുടെ മിക്സിൽ ചേർത്ത് കൊടുത്താൽ ഈ മുട്ട വെന്തിട്ട് അത് പിരിഞ്ഞ പോലെ കിടക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ആ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചിരുന്ന കാരമലൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി വേണം നമ്മുടെ ആ കസ്റ്റർഡിൻ്റെ മിക്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ചെറിയ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലൊന്ന് ചെറുതായിട്ട് കുത്തി കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ ബബിൾസൊക്കെ അങ്ങ് പോവും. ഇനി ഇതിന് മുകളിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാവും. അതിനകത്തോട്ട് നമ്മുടെ ഈ പാത്രമെല്ലാം വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ പകുതി ഭാഗം വരെ ഈ വെള്ളം വരാവുള്ളൂ, അതിൽ കൂടുതൽ പാടില്ല. ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു നൈഫ് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ബൗളിൽ നിന്ന് വിട്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് സൈഡൊന്ന് വിടിയിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ട് സൈഡിൽ നിന്നൊന്ന് വിടിയിച്ചാലും മതിയാവും. ഇനി ഇത് ഈ ബൗളിൽ നിന്ന് വരാൻ പാടാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ പെട്ടെന്ന് വരും. ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഈവനായിട്ട് കുക്കായിട്ടുണ്ട്. ഈ മുട്ടയൊന്നും പിരിഞ്ഞ പോലെ കിടക്കുന്നില്ല. എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്. അതേസമയം നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു പീസ് കട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മളിതിങ്ങനെ തട്ടുമ്പോൾ ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം നല്ല ഉറച്ചിരിപ്പുണ്ട്, എന്നാൽ നല്ല സോഫ്റ്റുമാണ്. ഇങ്ങനെയാണ് ഈ പുഡിങ്ങിൻ്റെ കറക്റ്റ് ടെക്സ്ചർ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്